പ്രണയം മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന വികാരമല്ലേ? അതാരോടും തോന്നാം. വിവാഹേതര ബന്ധമെന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? അതിനെ സദാചാര കണ്ണിലൂടെ നോക്കുമ്പോഴല്ലേ അവിഹിതമാകുന്നത്? ഇങ്ങനെ ന്യായീകരിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കണം. തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ആ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? പൂജാരിയായ ആതിരയുടെ ഭർത്താവ്, 4ാം ക്ലാസ്സുകാരനായ മകൻ ജോൺസൺ എന്ന യുവാവിൻ്റെ പ്രണയക്കെണിയിൽ വീഴുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആതിര എന്തുകൊണ്ടാണ് ഓർക്കാതിരുന്നത്? പല വിവാഹേതര ബന്ധങ്ങളിലേതും പോലുള്ള ദുരന്തമാണ് കഠിനംകുളത്തും സംഭവിച്ചത്. എങ്ങനെയാണ് ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തിയത്? പ്രതിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പല നാട്ടിലും വിവിധ പേരുകൾ. ചിലർ കള്ളൻ രാജു എന്ന് വിളിക്കും, മറ്റു ചിലർക്ക് സൈക്കോ ഔസേപ്പ്. എന്നാൽ തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിരയ്ക്ക് അയാൾ അച്ചായനായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളിലൂടെ സ്ത്രീകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന ജോൺസനെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൊല്ലപ്പെടുന്ന ആ ദിവസവും അവൾ അയാളുടെ സ്നേഹത്തെ വിശ്വസിച്ചു. അന്ന് ജോൺസൺ വീട്ടിലെത്തിയത് കാലന്റെ രൂപത്തിലാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. ഭർത്താവും മകനും വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം കാമുകനായി മെത്ത വിരിക്കുന്നു. ലൈംഗിക ബന്ധത്തിനിടെ അയാൾ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കഴുത്തറക്കുന്നു. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. ആതിര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. എന്റെ പൈസ ആരും കൊണ്ടുപോകില്ല. ക്ലവറാണെന്ന് സ്വയം ഇങ്ങനെ പറയാമല്ലോ സർ. ആഫ്റ്റർ ഓൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ഇത് വലിക്കരുത്, അപകടമാണെന്ന് എഴുതി വെക്കും പോലെ എന്നെ പോലുള്ളവർ തൊട്ട് കളിച്ചാൽ അതും അപകടമാണെന്ന് കൂടി എഴുതി വെക്കണ്ടേ സർ? സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവം. യുവതികളെ പാട്ടിലാക്കാൻ നിത്യേനയെന്നോണം റീൽസുകൾ. നാട്ടുകാർ കള്ളൻ രാജു എന്നും തനിനിറമറിയാവുന്നവർ സൈക്കോ ഔസേപ്പ് എന്നും വിളിച്ചിരുന്ന ജോൺസന് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പരിവേഷമായിരുന്നു. ആരാധന തോന്നി അയാളുമായി സൗഹൃദം സ്ഥാപിച്ച ആതിര എന്ന 30-കാരിയെ അതിക്രൂരമായി കൊന്നതോടെയാണ് ജോൺസന്റെ യഥാർത്ഥ സ്വഭാവം പുറംലോകമറിഞ്ഞത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. ജോൺസൺ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. കൃത്യം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:30-ഓടെ പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നിറങ്ങിയ പ്രതി ആതിരയുടെ വീടിന് സമീപത്തായി ചുറ്റിക്കറങ്ങി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക്. യുവതിയുടെ കണ്ണുവെട്ടിച്ച് കിടപ്പുമുറിയിലെ മെത്തക്കടിയിൽ കത്തി ഒളിപ്പിച്ചു. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കി. ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ നിലവിളിക്കാനോ പ്രതികരിക്കാനോ പോലും ആതിരയ്ക്ക് കഴിഞ്ഞില്ല. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട തന്റെ ഷർട്ട് ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പോലീസിന്റെ നേരത്തെയുള്ള വിലയിരുത്തൽ പോലെ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു. 2 ദിവസം പലയിടങ്ങളിലായി കറങ്ങി. കോട്ടയം ചിങ്ങവനത്തുള്ള തന്നെ തിരിച്ചറിഞ്ഞു എന്നായതോടെ വസ്ത്രങ്ങളും എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ജോൺസൺ കഴിഞ്ഞ ദിവസം പിടിയിലായത്. ആതിര തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിയതിനാൽ വകവരുത്തിയെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി വിഷം കഴിച്ചത്. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ജോൺസൺ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ഉള്ളിൽ ചെന്ന വിഷപദാർത്ഥങ്ങൾ കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ലഭിച്ച ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തൂവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോടും മിണ്ടാത്ത പ്രകൃതം കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അടച്ചിട്ട മുറിയിൽ. റീൽസുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ചതിക്കുഴി ഒരുക്കും. ആകെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസന്റെ ജീവിതം. മോഷണക്കേസിലടക്കം പിടിയിലായ ശേഷമാണ് ഇയാൾ ഹോം നേഴ്സായി 1 മാസം മുൻപ് കോട്ടയത്തെ വീട്ടിലെത്തിയത്. ഇടയ്ക്കിടെ സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജോൺസൺ പോയിരുന്നത് ആതിരയെ കാണാനാണ്. ഒടുവിൽ ജോൺസൺ കൊലക്കേസിൽ പ്രതിയാണെന്നറിഞ്ഞതോടെ കോട്ടയം കുറിച്ചിയിലെ നാട്ടുകാരും നടുക്കത്തിലാണ്. ഇയാൾ ഹോം നേഴ്സായി കഴിഞ്ഞിരുന്ന വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലിലൂടെയാണ് പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്.
കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ പ്രതി ജോൺസൺ പിടിയിലായത് നാടകീയമായാണ്. അതിന് കുറിച്ചിയുമായി വളരെ ബന്ധമുണ്ട്. ഈ വീട്ടിലാണ് നേരത്തെ ജോൺസൺ ഹോം നേഴ്സായി കഴിഞ്ഞിരുന്നത്. ഈ കൊലപാതക ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് ഈ വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലാണ് ജോൺസനെ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീട്ടുടമ ഇദ്ദേഹമുണ്ട്, രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെ പരിചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജോൺസൺ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന്. എന്തായിരുന്നു ഇന്നലെ ഉണ്ടായത്? ഇന്നലെ ഒരു 3 മണിയായപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വന്നപ്പം പറഞ്ഞ് വിശക്കുന്നത് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കപ്പ ബിരിയാണി ഉണ്ട്, കഴിച്ചോളാൻ പറഞ്ഞു. അതെടുത്ത് കഴിച്ച് വെള്ളമെല്ലാം കുടിച്ചു. അപ്പം ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ മോളെ വിളിച്ച്, മോളെ ഇന്നുപോലെ എന്നെ പരിചരിച്ച് ആള് ഇവിടെ വന്നിട്ട് ജോൺസൺ പറഞ്ഞ ആളാ എന്ന് പറഞ്ഞു. അപ്പം മോളും അപ്പം രാവിലെ ഞങ്ങൾ ടി വിക്കകത്തെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ പടം കണ്ടായിരുന്നു, മൊബൈലിനകത്തെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി 1 മണിയായപ്പോൾ 3 മണിയായപ്പോൾ കയറി വരുന്നത്. 3 മണിയായപ്പോൾ കയറിയപ്പോൾ ഞാൻ മോളെ പതിയെ വിളിച്ച്, മോളെ ഫോണിൽ വിളിച്ചിട്ട് മോളെ എന്നെ നോക്കാൻ വന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഉടനെ മോളെ വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട് തൊട്ടടുത്താണ് പുള്ളിയെ വിളിച്ച് പറഞ്ഞ പുള്ളിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പതിയെ പുള്ളി ചെന്ന് പോയി. പുള്ളി ഇറങ്ങി പുറത്തോട്ടിറങ്ങി പോയി. അപ്പം പോയ വഴി മോളെ കണ്ട് അന്നേരം മോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച്, അപ്പം പഞ്ചായത്ത് മെമ്പറാണ് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ പിടിക്കുന്നത്. ഈ വഴി വെച്ചാണോ അങ്ങോട്ട് പോകുന്ന വഴിക്കാണോ പിടിച്ചത്? പോകുന്ന വഴിക്ക് നമ്മൾ ആ വഴി അങ്ങോട്ട് കയറത്തില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് വെച്ചാൽ പിടിക്കുന്നത്. ഇന്നലെ ഇറങ്ങി വന്നപ്പോൾ പോകാൻ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. 1000 രൂപ തരാമെന്ന് ചോദിച്ചു. അപ്പം മുന്നില്ല, എൻ്റെ പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് 200 രൂപ ഉണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തേ. 200 രൂപ കൊടുത്തു? 200 രൂപ കൊടുത്തു. അപ്പം അന്നേരം ഒരു ഉറപ്പില്ലായിരുന്നല്ലേ ഇയാളാണോ എന്നുള്ള? ഇല്ല, രാവിലെ ഫേസ്ബുക്കിൽ വിവിധ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നു. ചേച്ചി നോക്കൂ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന ആളാണെന്ന് പറഞ്ഞു, കാണിച്ച്. അപ്പോൾ ഞങ്ങൾ ഓക്കെ, നമുക്ക് ആളുടെ പേരൊക്കെ കണ്ടപ്പം ആളാന്ന് മനസ്സിലായായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു പേടിയുണ്ടായോ? എന്താ തോന്നിയേ? പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു. അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇനി മാരകായുധം ഉണ്ടോ കയ്യിൽ, ഇനി ഇവിടെ താമസിക്കുമോ? അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ അങ്ങനെ അധികം ഈ ന്യൂസ് സ്പ്രെഡായിട്ടില്ലായിരുന്നു. കുറച്ച് പേർക്ക് 2-3 വീട്ടുകാർക്ക് അറിയത്തുള്ളായിരുന്നു, വേറെ ആർക്കും ഈ ന്യൂസ് അറിയത്തുമില്ലായിരുന്നു. പെട്ടെന്ന് മെമ്പറിനോട് പറയുമായിരുന്നു. ജസ്റ്റ് തൊട്ടടുത്താണ് ആ മുറിയുള്ളത്. ആ മുറിയിൽ ആണ് അയാൾ കഴിഞ്ഞ ദിവസങ്ങളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടച്ചിട്ടിരിക്കുകയാണ്, തുറക്കരുതെന്ന്. ശരി. അതായത് പോലീസ് കൂടുതൽ ഇതിനുള്ളിലേക്ക് കയറി അങ്ങനെ പരിശോധന നടത്തരുത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ സീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറുന്നില്ല. എന്തായാലും ഈ വീട്ടുകാരുടെ ഒരു ഇടപെടലാണ്. അവർക്ക് ഇപ്പോഴും ഒരു ഞെട്ടൽ മാറിയിട്ടുമില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. എന്താണ് ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. കോട്ടയം കുറിച്ചിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? കൗമാരപ്രായത്തിലെ പ്രണയവും വഴിവിട്ട ബന്ധങ്ങളും കുറെ പെൺകുട്ടികളുടെ ഭാവി ജീവിതം തന്നെ തകർക്കുകയാണ്. മലപ്പുറം ചങ്ങരംകുളത്ത് +2 വിദ്യാർത്ഥിനി പ്രസവിച്ച വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് വീട്ടുകാർ പോലും പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്ന് അറിഞ്ഞത്. കേസിൽ 21-കാരനായ യുവാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് പിടിയിലായ യുവാവ്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ പെൺകുട്ടി പ്രസവിക്കുകയായിരുന്നു. ചങ്ങരംകുളം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പിടികൂടിയത്. ചങ്ങരംകുളം CI ഷൈന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠന സമയത്താണ് യുവാവ് പെൺകുട്ടിയുമായി അടുത്തതെന്നാണ് വിവരം. ഇയാൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ന്യൂസ് 18 തിരൂർ. തൃശൂർ മണലൂരിൽ കത്തിക്കരിഞ്ഞ നിലയിൽ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മധ്യവയസ്കയായ വീട്ടമ്മയെ അയൽവാസിയുടെ പറമ്പിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മണലൂർ സത്രം ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ലതയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ബിസിനസ്സുകാരനായിരുന്ന ഇവരുടെ ഭർത്താവ് മുരളിയെ 6 മാസം മുൻപ് ചെന്നൈയിൽ വെച്ച് കാണാതായിരുന്നു. ഭർത്താവിൻ്റെ തിരോധാനത്തിന് ശേഷം ലത ഏറെ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. രാവിലെ ലതയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിരുന്നു. സമീപത്തുള്ള ക്ഷേത്രത്തിൽ സ്ഥിരം പോകാറുള്ളതിനാൽ അതാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ നടത്തിയ തെരച്ചിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ വീടിന്റെ പിന്നിലുള്ള അയൽവാസിയുടെ പറമ്പിലാണ് 56-കാരിയായ ലതയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ലത ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ബിസിനസ്സുകാരനായ മുരളിയെ 6 മാസം മുൻപ് ചെന്നൈയിൽ വെച്ച് കാണാതാവുകയായിരുന്നു. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങി. മകന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു താമസം. മകനും ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഭർത്താവിന്റെ തിരോധാനത്തിന് ശേഷം ലത ഏറെ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അന്തിക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. വീട്ടിൽ വെറുതെ ഇരുന്നും ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഇങ്ങനെയുള്ള പരസ്യം കണ്ടാൽ നോക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ 10 മടങ്ങ് ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘങ്ങൾ നമ്മളെ സമീപിക്കുന്നത്. കൊച്ചിയിൽ യുവാവിൽ നിന്നും 24 ലക്ഷം രൂപ തട്ടിയെടുത്തത് ട്രേഡിംഗിന്റെ പേരിലാണ്. ഇയാളുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് നടത്തിയ അന്വേഷണമെത്തിയത് കോഴിക്കോട്. കേസിൽ പേരാമ്പ്ര സ്വദേശികളായ നൌഷാദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 1 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ അധ്യാപികയെ ഇൻഫോ പാർക്ക് പോലീസ് പിടികൂടിയിരുന്നു. കാക്കനാട് സ്വദേശിയിൽ നിന്നാണ് ട്രേഡിംഗിന്റെ പേരിൽ 24 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചാറ്റ്കരോ എന്ന ആപ്പിലൂടെ തട്ടിപ്പ് സംഘം സമീപിക്കുകയും ഫോറക്സ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. തട്ടിപ്പ് സംഘത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച പരാതിക്കാരൻ അവർ നൽകിയ അക്കൗണ്ടിലേക്ക് 24 ലക്ഷം രൂപ കൈമാറി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇതോടെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതിയും നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘം എത്തിയത് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശികളായ നൌഷാദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരുടെ അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തിയത്. ഇവർ പണം വാങ്ങി തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ട് വഴി തുക കൈമാറിയിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്നാണ് സംശയം. നേരത്തെ കൊച്ചിയിൽ യുവതിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലും പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായിരുന്നു. മലയാളി യുവാക്കളെ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം 1 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ അധ്യാപികയെയും ഇൻഫോ പാർക്ക് പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ആഡംബര വീട്, വാഹനങ്ങളുടെ വലിയ ശേഖരം, കയ്യിൽ ആവശ്യത്തിന് പണം. മുളവുകാട് സ്റ്റേഷനിലെ CPO PP അനൂപിന്റെ ജീവിത രീതിയെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. സാധാരണ ഒരു പോലീസുകാരന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇയാളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായ അനൂപിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് വിവരങ്ങളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്.
മുൻപും കൈക്കൂലി കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് അനൂപ്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കരാറുകാരിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് മുളവുകാട് സ്റ്റേഷനിലെ PP അനൂപിനെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാൾ മുൻപും സമാനമായ കേസിൽ പിടിയിലായിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 3 സസ്പെൻഷനുകൾ കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അനൂപ്. നടപടിക്ക് ശേഷവും മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തിയ PP അനൂപ് വഴിവിട്ട പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളുടെ വലിയ ശേഖരം തന്നെ അനൂപിനുണ്ട്. ഇയാളുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് പിന്നെ മുളവാട് ലിമിറ്റിലെ ഈ വേസ്റ്റ് മണ്ണും അതുപോലെ തന്നെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പണം ആവശ്യപ്പെട്ട് നടന്നപ്പോൾ പരാതി കൊടുത്തെത്തി നമ്മൾ പരിശോധിക്കുക ഇയാളെക്കുറിച്ച് നല്ല ഒപ്പീനിയനിലാവും. അപ്പോൾ 10,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 5,000 രൂപ കൊടുത്തു. 7 കൊടുത്ത് പിടിച്ചു. കെട്ടിടങ്ങൾ പൊളിക്കുന്ന കരാറുകാരനോടാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പണം നൽകിയില്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും ലോറി പിടിച്ചെടുക്കുമെന്നും അനൂപ് ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് കരാറുകാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാമെന്ന് പറഞ്ഞ് കാക്കനാടേക്ക് വിളിച്ചു വരുത്തി. വാഹനത്തിൽ വെച്ച് പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം പോലീസ് ഉദ്യോഗസ്ഥനെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയ 5,000 രൂപയും കണ്ടെടുത്തു. നേരത്തെ അനധികൃതമായി മണ്ണ് കടത്തിയതിനെ തുടർന്ന് കോൺട്രാക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അനൂപ് കോൺട്രാക്ടറുമായി നിരന്തരം ബന്ധപ്പെടുകയും പണം നൽകിയാൽ കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് പലതവണ അനൂപ് പണം വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം ഐമനം കുടയമ്പടി ജംഗ്ഷനിൽ ക്രിമിനൽ സംഘത്തിന്റെ വിളയാട്ടം പതിവാകുന്നു. മദ്യപിച്ചെത്തിയ സംഘം 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 8-അംഗ സംഘമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ യുവാക്കളെ ആക്രമിച്ചത്. ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത് പതിവാണെന്നും നാട്ടുകാരുടെ പരാതിയുണ്ട്. ചിറ്റക്കാട്ട് കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്രിമിനൽ സംഘമാണ് ആക്രമണം നടത്തിയത്. ഈ മാസം 20-ന് രാത്രിയാണ് സംഭവം. മദ്യലഹരിയിൽ കുടയമ്പടിയിലെ കടയിലെത്തിയ സംഘത്തിൽ ഒരാൾ അവിടെയുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാളുമായി പരിചയത്തിൽ സംസാരിച്ചു. സമയം വൈകിയെന്നും പോവുകയാണെന്നും പറഞ്ഞതോടെ സംഘത്തിൽപ്പെട്ട മറ്റൊരാൾക്ക് ഇതിഷ്ടമായില്ല. തുടർന്ന് പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു. ഇത് പിന്നീട് സംഘം ചേർന്നുള്ള ആക്രമണമായി മാറി. അക്രമത്തിൽ മയൂഖ്, അനന്തകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഐമനം ചിറ്റക്കാട്ട് കോളനി ഭാഗത്ത് താമസിക്കുന്ന ക്രിമിനൽ സംഘത്തിൽപ്പെട്ട അനീഷ്, രാഹുൽ, അനന്തു സിയാർ, കണ്ണപ്പൻ തുടങ്ങി കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ അനന്തകൃഷ്ണന്റെ സ്വർണമാലയും ക്രിമിനൽ സംഘം തട്ടിയെടുത്തതായാണ് കേസ്. ഇതേ സംഘം കാലങ്ങളായി ഈ മേഖലയിൽ ഗുണ്ടാവിളയാട്ടം നടത്തുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു. എന്നാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സംഘർഷത്തിന് ശേഷം 8-അംഗ സംഘം ഒളിവിലാണ്. ന്യൂസ് 18 കോട്ടയം. കർണാടകയെ നടുക്കിയ ക്രൂരമായ ഒരു കൊലപാതക കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ബംഗളൂരു നഗരത്തിന് സമീപത്താണ്. ബംഗളൂരുവിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലിക്കാരിയായ ബംഗ്ലാദേശ് സ്വദേശിനിയായ യുവതിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൽക്കര തടാകത്തിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു.
കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായി ഭർത്താവിനും 3 കുട്ടികൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു ബംഗ്ലാദേശ് യുവതി. നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ഈ 28-കാരി. ഇന്നലെ ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയ യുവതി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഏറെ സമയം കഴിഞ്ഞിട്ടും യുവതിയെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ കൽക്കര തടാകത്തിന് സമീപത്തെ വിജനമായ സ്ഥലത്ത് നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. ബലാത്സംഗത്തിന് ശേഷം കല്ലുകൊണ്ട് പലതവണ അടിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. ശേഷം കഴുത്ത് ചരിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹം കണ്ടെത്തിയ കൽക്കര തടാകത്തിന് സമീപത്തെ പ്രദേശത്ത് വർഷങ്ങളായി മാലിന്യങ്ങൾ തള്ളുന്ന ഇടമാണ്. ഇവിടെ വെച്ചാണോ യുവതി പീഡനത്തിന് ഇരയായത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കഴിഞ്ഞ കുറെ നാളുകളായി നിർമ്മാതാവ് സാന്ദ്ര തോമസും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടെ സാന്ദ്ര ചില നിർമ്മാതാക്കൾക്കെതിരെ ഹേമ കമ്മിറ്റിക്ക് മൊഴിയും നൽകിയിരുന്നു. ഇതേ തുടർന്ന് തന്നെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയെന്ന പരാതിയുമായി അവർ പോലീസിനെയും സമീപിച്ചു. ഒടുവിൽ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. തന്നെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ പലരോടും പറഞ്ഞുവെന്നും ഇനി സിനിമ എടുപ്പിക്കില്ലെന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത് തുടരുകയാണ്. ഇതെല്ലാം ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിന്റെ പേരിലാണെന്നും സാന്ദ്ര പറയുന്നു. കേസിൽ നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് 2ാം പ്രതിയാണ്. പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും ഒരു രീതിയിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഏതൊരു അസോസിയേഷനും ചെയ്യുന്ന ഒരു എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. അതുപോലും നടത്താതെയാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ എന്ത് നീതിയാണ്? ഇങ്ങനെയുള്ള അസോസിയേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് കുറ്റക്കാർ തന്നെ അവര് കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ന്യായാധിപന്റെ സ്ഥാനത്തിരുന്ന് എന്നെ പുറത്താക്കാനായിട്ടുള്ള ഇതിൽ ഒപ്പിടുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി സാന്ദ്ര തോമസും നിർമ്മാതാക്കളുടെ സംഘടനയുമായുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു. ഇവർക്കെതിരെ സാന്ദ്ര പരാതിയും നൽകിയിട്ടുണ്ട്. തുടർന്ന് അച്ചടക്ക നടപടി എന്ന രീതിയിൽ ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇതിനിടയിലാണ് പുതിയ പരാതിയും അതിൽ കേസും എടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വീടിനുള്ളിൽ ആക്രമിക്കപ്പെട്ട ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ പോലീസിന് നൽകിയ മൊഴി പുറത്ത്. ഇളയ മകന്റെ കരച്ചിൽ കേട്ട് മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അക്രമിയെ കണ്ടതെന്ന് സെയ്ഫ് പോലീസിനോട് പറഞ്ഞു. മകനെ രക്ഷിക്കാൻ പ്രതിയെ കടന്നു പിടിച്ചെങ്കിലും അക്രമി തന്നെ നിരന്തരം കുത്തിയതോടെ പിടിവിട്ടുപോയെന്നും താരത്തിന്റെ മൊഴിയിലുണ്ട്. കുത്തേറ്റെങ്കിലും പ്രതിയെ താൻ കീഴ്പ്പെടുത്തി മുറിക്കകത്ത് പൂട്ടി. പിന്നീടാണ് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും സെയ്ഫ് അലി ഖാൻ പോലീസിനോട് പറഞ്ഞു. രാജ്യം ഏറെ ഞെട്ടലോടെയാണ് നടൻ സെയ്ഫ് അലി ഖാൻ വീടിനുള്ളിൽ ആക്രമിക്കപ്പെട്ട വാർത്ത കേട്ടത്. ബംഗ്ലാദേശ് പൗരനായ പ്രതി ഒരു ബോളിവുഡ് താരത്തിന്റെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ വരെ ചോദ്യമുനയിൽ നിർത്തി. ജനുവരി 16-ന് തന്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന നടന്റെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വെളുപ്പിന് 2:30-ഓടെയാണ് തന്റെ 2 മക്കളും അവരുടെ ആയയും താമസിക്കുന്ന 11ാം നിലയിൽ നിന്ന് ബഹളം കേൾക്കുന്നത്. ആ സമയം താനും ഭാര്യ കരീന കപൂറും 12ാം നിലയിലായിരുന്നു. ഇളയ മകൻ ജയയുടെ കരച്ചിലും ബഹളവും കേട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ്
ആയ ഒരു അപരിചിതനോട് കയർക്കുന്നത് കാണുന്നത്. പ്രതിയുടെ കയ്യിൽ കത്തി കണ്ടതോടെ അപകടം മണത്തെത്താൻ അയാളെ പുറകിൽ നിന്ന് കയറി പിടിക്കാൻ ശ്രമിച്ചു. ആ മൽപ്പിടുത്തത്തിനിടെ അയാൾ തന്റെ കഴുത്തിലും കയ്യിലും പുറകിലും കുത്തി. ഈ സമയം ആയ തന്റെ മകനെയും കൊണ്ട് പുറത്തു കടന്നു. കുത്തേറ്റെങ്കിലും പ്രതിയെ താൻ കീഴ്പ്പെടുത്തി മുറിക്കകത്തിട്ട് പൂട്ടി. പിന്നീടാണ് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. സെയ്ഫ് അലി ഖാൻ പോലീസിനോട് വിശദീകരിച്ചു. വിജയദാസ് എന്ന പേരിൽ ഇന്ത്യയിൽ താമസിച്ച ബംഗ്ലാദേശ് പൗരൻ ഷറിഫുൾ ഇസ്ലാം ഷഹസാദ് മുഹമ്മദ് റോഹില്ല അമീൻ ഫക്കീർ എന്നയാളാണ് കേസിലെ പ്രതി. 30 വയസ്സുകാരനാണ് ഇയാൾ. പരിക്കേറ്റ നടൻ 21-ന് ആശുപത്രി വിട്ടു. സംഭവത്തിന് ശേഷം നടന്റെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നന്ദാവനത്ത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. എറണാകുളം കൂത്താട്ടുകുളം സ്വദേശി ആഷിഖ് ഷാജിയാണ് മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. മൂന്നാറിൽ 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ. നല്ലതണ്ണി കുറുമല സ്വദേശി എം ആകാശാണ് അറസ്റ്റിലായത്. തൃശൂർ ചേലക്കര വെങ്ങാനെല്ലൂർ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിൽ. PK ശശിധരനാണ് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നവരും ചീറ്റിംഗ് പ്രശ്നമല്ലെന്ന് കരുതുന്നവരും എപ്പോഴെങ്കിലും അതിന് ഇരയാകേണ്ടി വന്നവരോട് സംസാരിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ആഴങ്ങളിലേക്ക് നിലംപതിച്ച മനുഷ്യരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഒപ്പം ഉണ്ടായിരുന്നയാൾ വഞ്ചിച്ചതിൻ്റെ പേരിൽ മനോനില തെറ്റി ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരൊറ്റയാൾ കാരണം ജീവിതത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടി വന്ന, ഒരു തെറ്റും ചെയ്യാത്ത നിരവധി മനുഷ്യരുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിരയുടെ ഭർത്താവായ പൂജാരിയുടെയും 4ാം ക്ലാസ്സുകാരനായ മകൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അവൻ്റെ ഭാവിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുകയും. ദാമ്പത്യ ബന്ധങ്ങളിലെ അവിശ്വസ്തത എത്രയോ മനുഷ്യരുടെ ജീവിതമാണ് തകർക്കുന്നത്. വിവാഹേതര ബന്ധങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള ദുരന്തത്തിലാകും കലാശിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.